നമസ്കാരം. 2023 സെപ്റ്റംബർ വരെ പിണറായി സർക്കാരിൻ്റെ കാലത്ത് രാഷ്ട്രീയവും രാഷ്ട്രീയേതരവുമായ കാരണങ്ങളിൽ ജോലി സമ്മർദ്ദം മൂലം 169 പോലീസ് ഉദ്യോഗസ്ഥർ വോളണ്ടറി റിട്ടയർമെൻറ്റ് അഥവാ VRSന് അപേക്ഷിച്ചു എന്നുള്ള പഠന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഇതിൽ 148 പേർ VRS നേടി പിരിഞ്ഞുപോയിരിക്കുന്നു. സ്റ്റേഷൻ ചുമതലയുള്ള 13 SIമാരും 43 ഗ്രേഡ് SIമാരും ഇക്കൂട്ടത്തിൽ പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഓഫീസർമാർ ഉൾപ്പെടെ ഇനിയും ഏറെ പേർ അപേക്ഷ നൽകാൻ ഒരുങ്ങുന്നുണ്ട് എന്നതാണ് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് പോലീസ് മേധാവിമാർ നൽകിയിട്ടുള്ള റിപ്പോർട്ട് എന്ന് പറയപ്പെടുന്നത്. സ്വയം വിരമിച്ച 4 പേർ 15 വർഷത്തിന് മുകളിൽ സർവീസുള്ളവരും 16 പേർ 10 വർഷത്തിൽ താഴെ സർവീസുള്ളവരുമാണ് എന്നുള്ളതാണ്. 5 വർഷത്തിൽ താഴെ സർവീസുള്ളവർ 128 പേർ, 3 സ്ത്രീകളും ഇക്കൂട്ടത്തിൽ പെടുന്നു എന്നുള്ളതാണ്. റിപ്പോർട്ടിൽ എടുത്തു പറയുന്നില്ലെങ്കിലും ആത്മാഭിമാനം പണയം വെച്ച് ജോലി ചെയ്യാൻ കഴിയില്ലെന്ന തോന്നലാണ് പലരെയും പോലീസ് സേന വിട്ടു പുറത്തു പോകുവാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് പറയേണ്ടി വരും. രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ അസഹനീയമാകുന്നു. പാർട്ടി, ജില്ലാ, ഏരിയ, ബ്രാഞ്ച് ഘടകങ്ങളുടെ നിയന്ത്രണത്തിലാണ് പലപ്പോഴും പല പോലീസ് സ്റ്റേഷനുകളും എന്ന യാഥാർത്ഥ്യവും റിപ്പോർട്ടിൻ്റെ വെളിച്ചത്തിലാണ് പുറത്തു വരുന്നത് എന്നുള്ളതാണ്. പോലീസ് സേനയിൽ നിന്നുള്ള കൂടുതൽ പേരുടെ കൊഴിഞ്ഞുപോക്ക് എന്ന് പറയപ്പെടുന്നത് അവരുടെ അംഗബലം കുറയ്ക്കുവാനും നിലവിലുള്ളവരുടെ ആത്മബലം നഷ്ടപ്പെടുത്തുവാനും ഇടയാക്കുമെന്ന് കണ്ട് പരിഹാര നടപടികൾക്ക് ശ്രമങ്ങൾ സർക്കാർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ എല്ലാ ജില്ലകളിലും സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജോലി സമയം 8 മണിക്കൂർ ആക്കണമെന്നുള്ള അവരുടെ പരിഹരിക്കപ്പെടേണ്ട നിർദ്ദേശമാണ്. അത് കൂടുതൽ വിശ്രമ സമയം അനുവദിക്കേണ്ടതുണ്ട്. ഉദ്യോഗസ്ഥരുടെ മാനസിക ആരോഗ്യം പരിശോധിക്കേണ്ടതുണ്ട്. പരാതികൾ അവതരിപ്പിക്കുവാൻ സൗകര്യം വേണം. കൂടുതൽ ആനുകൂല്യങ്ങൾ ഏർപ്പെടുത്തണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ഈ പഠന റിപ്പോർട്ട് തന്നെ മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളതാണ്. ഈ പഠന റിപ്പോർട്ടുകൾ കണ്ടിട്ടും കാണാതെ പോകുന്ന സർക്കാരുകൾ പോലീസുകാരനായതുകൊണ്ട് എത്ര മണിക്കൂർ വേണമെങ്കിലും ജോലി ചെയ്യട്ടെ എന്ന് അടിമയെപ്പോലെ തള്ളുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ ആത്മാഭിമാനം പണയപ്പെടുത്തി ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് രാഷ്ട്രീയക്കാരെ ഓച്ചാനിച്ച് നിൽക്കാൻ സമ്മതമില്ല എന്ന് പറഞ്ഞുകൊണ്ട് 140ഓളം വരുന്ന പോലീസുകാർ VRS എടുത്ത് പടിയിറങ്ങുന്നത് എന്നുള്ളതാണ്. രാഷ്ട്രീയ പ്രേരിതമാവുകയാണ് ഈ ആഭ്യന്തര വകുപ്പ്. പോലീസ് എന്ന് പറയപ്പെടുന്ന സംവിധാനത്തെ രാഷ്ട്രീയക്കാർ ഉപയോഗപ്പെടുത്തുന്നു. ഗുണ്ടകളായും ഗുണ്ടകൾക്ക് തണലായും രാഷ്ട്രീയക്കാരാകുന്ന ഗുണ്ടകളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളടക്കം ഈ പാവപ്പെട്ട പോലീസുകാരുടെ കൈകളിലേക്ക് വച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ ആത്മാഭിമാനം പൊള്ളിപ്പോകുന്നു എന്ന് അവർക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെയുള്ള പോലീസുകാരാണ് പടിയിറങ്ങുന്നത് എന്നുള്ളതാണ്. ഓച്ചാനിച്ചും രാഷ്ട്രീയക്കാരൻ്റെ മുമ്പിൽ നട്ടല് വളച്ചു കൊടുത്തും എത്ര കാലം എങ്ങനെ ജീവിക്കുമെന്നുള്ളതിനെക്കുറിച്ച് ആശങ്ക നിലനിൽക്കുമ്പോഴാണ് 2023 സെപ്റ്റംബർ വരെയുള്ള പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ 140ഓളം വരുന്ന പോലീസുകാർ VRS സ്ഥലത്ത് മടങ്ങുന്നത്. ഇനിയുമുണ്ടിങ്ങനെ അർഹരായവരും അനർഹരായവരും അടക്കമുള്ളവർ വീടരുളുന്ന വാണരുളുന്ന ഒരു കേരളമായി മാറുന്നു നമ്മുടെ ഈ സംസ്ഥാനം എന്ന് പറയപ്പെടുന്നത്. ഈ സംസ്ഥാനത്തെ ഇങ്ങനെ മുച്ചൂട് മുടിക്കുന്ന തരത്തിലേക്ക് പിണറായി വിജയനും സംഘവും നടത്തുന്ന രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള നാടകങ്ങളടക്കം കണ്ടുമടുത്തുകൊണ്ടാണ് പലപ്പോഴും സെക്രട്ടേറിയറ്റിലെയും അതുപോലെ തന്നെ സർക്കാർ വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥർ ഗതികേടിൻ്റെ പേരിൽ ഇന്നും സല്യൂട്ടടിച്ച് ഇവരോടൊപ്പം നിന്നു പോകുന്നത് എന്നുള്ളതാണ്. അനർഹരായിട്ടുള്ള രാഷ്ട്രീയക്കാർക്ക് മുമ്പിൽ ഇങ്ങനെ അർഹരായിട്ടുള്ള പല ഉദ്യോഗസ്ഥരും ഞെളിഞ്ഞു നിൽക്കുവാനും നട്ടല് വളയ്ക്കേണ്ടി വരുന്ന ഗതികേടിലേക്കും പോകുന്നു എന്ന് പറയപ്പെടുന്നത് അതിൻ്റെ സൂചനയാണ്. ആത്മാഭിമാനം പണയം വെച്ചു പോയവൻ്റെ വേദന. അങ്ങനെ പിണറായി സർക്കാരിൻ്റെ മാത്രമല്ല ഏതൊരു സർക്കാരാണെങ്കിലും രാഷ്ട്രീയപരമായിട്ടുള്ള നിയമനങ്ങളടക്കം നടത്തുന്നു. രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുകൾ പോലീസ് സ്റ്റേഷനിലടക്കം നടത്തുന്നത് പലപ്പോഴും പോലീസിൻ്റെ മൊറലിനെ ബാധിക്കുന്നു, അവരുടെ മുമ്പോട്ടുള്ള പോക്കിനെ ബാധിക്കുന്നു എന്നത് മാത്രമല്ല പോലീസ് എന്ന് പറയപ്പെടുന്ന എൻ്റെ സംവിധാനത്തെ സിസ്റ്റത്തെ ഇററാക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ രാഷ്ട്രീയക്കാരുടെ ഇടപെടലുകളില്ലാത്ത സാധാരണ ജനങ്ങൾക്ക് നീതി ലഭിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മാതൃകാ പോലീസ് സ്റ്റേഷനുകൾ ഉണ്ടാകേണ്ടതുണ്ട്. മാതൃകാ പോലീസ് സംവിധാനം ഉണ്ടാകേണ്ടതുണ്ട്. ആത്മരക്ഷയ്ക്കായി എത്തുന്ന പോലീസുകാരൻ്റെ ആത്മാവിനെയും അവൻ്റെ ജീവനെയും നിലനിർത്തേണ്ടതുണ്ട് എന്ന് ഈ സർക്കാർ സംവിധാനങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക.